പലർക്കും തോന്നുന്നത് വ്യക്തിത്വം എന്നത് നമ്മൾ പുറത്തു കാണിക്കുന്നതാണെന്ന്. പക്ഷേ സത്യം എന്താണെന്നാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ചെറിയ കാര്യങ്ങളിലാണത് പ്രകടമാകുന്നത്. ആ ശാന്തമായ ശീലങ്ങൾ, ആ ചെറിയ പ്രവൃത്തികൾ, ആരും കാണാത്ത നിമിഷങ്ങൾ. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്നത് നിങ്ങളെക്കുറിച്ച് എല്ലാത്തിലും കൂടുതലാണ് പറയുന്നത്. ഒന്നും സമ്മർദ്ദമില്ല, പ്രതീക്ഷകളില്ല, വെറും നിങ്ങൾ മാത്രം. ആ യഥാർത്ഥ രൂപം, അതാണ് നിങ്ങളുടെ വ്യക്തിത്വം. ചിലർ സംസാരിക്കുന്നത് കേൾക്കപ്പെടാനാണ്, പക്ഷെ നിങ്ങൾ കേൾക്കാനാണ് തിരഞ്ഞെടുക്കുന്നത്. നിങ്ങൾ നിരീക്ഷിക്കും, മനസ്സിലാക്കും, മറ്റുള്ളവർ കാണാതെ പോകുന്നതിൽ ശ്രദ്ധ ചെലുത്തും. ആ ശാന്തമായ ബോധം പലർക്കും ഇല്ലാത്ത ആഴം വെളിപ്പെടുത്തുന്നു. അത് വലിയ കാര്യങ്ങളല്ല, ചെറിയ കാര്യങ്ങളാണ്. ആർക്കെങ്കിലും സഹായിക്കുന്നത് അംഗീകാരം തേടാതെ, ദയ കാണിക്കുന്നത് കാണിക്കാനല്ല. കാരണം യഥാർത്ഥ സ്വഭാവം ശബ്ദമുള്ളതല്ല, അത് നിശബ്ദമായും സ്ഥിരമായുമാണ്. എല്ലാം എളുപ്പമായിരിക്കുമ്പോൾ ശാന്തനാകാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ സമ്മർദ്ദത്തിൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നോ അതാണ് നിങ്ങളുടെ വ്യക്തിത്വം കാണിക്കുന്നത്. നിങ്ങൾ ഉടൻ പ്രതികരിക്കുമോ, അല്ലെങ്കിൽ ഒരു നിമിഷം നിർത്തി ചിന്തിച്ച് മറുപടി നൽകുമോ? ആ നിമിഷം തന്നെ നിങ്ങളെ നിർവചിക്കുന്നു. മറ്റുള്ളവർ കാണാതെ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കും. ചെറിയ വിശദാംശങ്ങൾ, ചെറിയ മാറ്റങ്ങൾ, സൂക്ഷ്മമായ മാതൃകകൾ. അത് വെറും ശ്രദ്ധയല്ല, അത് ഉദ്ദേശ്യമാണ്. ലോകവുമായി നിങ്ങൾ എത്ര ആഴത്തിൽ ഇടപെടുന്നു എന്ന് അത് കാണിക്കുന്നു. നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സംസാരിക്കേണ്ട ആവശ്യമില്ല. നിശബ്ദതയിൽ നിങ്ങൾക്ക് സൗകര്യമുണ്ട്, നിങ്ങളുടെ ചിന്തകളോടൊപ്പം. മറ്റുള്ളവർ ശബ്ദം തേടുമ്പോൾ നിങ്ങൾ ശാന്തതയിൽ വ്യക്തത കണ്ടെത്തുന്നു. അതും വാക്കുകളേക്കാൾ കൂടുതൽ പറയുന്നു. കാരണം വ്യക്തിത്വം ഒരു പ്രകടനമല്ല, അതൊരു പാറ്റേണാണ്. നിശബ്ദമായും ആവർത്തിച്ചും നടക്കുന്ന ശീലങ്ങൾ കാലം കഴിയുമ്പോൾ നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. ഈ ശീലങ്ങൾ നിങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണെന്ന് തെളിയിക്കാൻ ആവശ്യമില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ അതിനെ ഇതിനകം തന്നെ തെളിയിക്കുന്നു.